ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 27 നഗരങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി വ്യക്തമാകുന്നത്. പഠനത്തിനായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരവും കൊല്ലവും മാത്രമായിരുന്നു. വിവിധയിനം ക്യാൻസർ രോഗം പിടിപെട്ടവരുടെ എണ്ണത്തിൽ ഈ നഗരങ്ങൾ മറ്റു ഇന്ത്യൻ നഗരങ്ങളെക്കാൾ മുൻപന്തിയിലാണ്. തൈറോയിഡ് ക്യാൻസർ, വൃക്കകളിലെ അർബുദം, മൂത്രസഞ്ചികളിലെ അർബുദം തുടങ്ങിയ വിഭാഗങ്ങളിൽ ആദ്യ 5 നഗരങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരവും കൊല്ലവും ഇടം പിടിച്ചിട്ടുണ്ട്. സ്തനാർബുദ രോഗികളുടെ കാര്യത്തിൽ തിരുവനന്തപുരം ദേശീയതലത്തിൽ 4-ാമതാണ്. ഗർഭപാത്രത്തെ ബാധിക്കുന്ന അർബുദത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരം 3-ാം സ്ഥാനത്താണ്. ഇത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിൽ ആരോഗ്യരംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ ഈ രോഗത്തെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് ഉണ്ടാക്കി നടപ്പാക്കേണ്ടി. സംസ്ഥാനത്തെ ആശുപത്രികളിലെ ക്യാൻസർ രോഗികളുടെ സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിക്കുമ്പോഴും സംസ്ഥാനം മുന്നോട്ട് തന്നെ. തിരുവനന്തപുരം RCCയിൽ ഒരു വർഷം 2.25 ലക്ഷം ക്യാൻസർ രോഗികളാണ് എത്തുന്നത്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഓരോ വർഷവും വർദ്ധിക്കുന്നു. ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി ക്യാൻസർ സെന്റർ അടക്കമുള്ള കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് വേണമെന്ന ആവശ്യം പ്രസക്തമാവുകയാണ്. യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.